ക്യാൻവ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ടൂൾസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു. ഓക്കെ, ഞാനിവിടെ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവയിൽ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്യാൻവാസ് ഓപ്പൺ ചെയ്യാം. ഞാൻ വാട്ട് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ് എന്നുള്ളിടത്ത് ഞാനിവിടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്ത്, അതായത് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇടാനുള്ള ഒരു പോസ്റ്റിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും ആ ഒരു ക്യാൻവാസിന്. ക്യാൻവാസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഓരോ ഇമേജ് കൊണ്ടുവരാനായിട്ട് താഴത്തുള്ള ഡിസൈൻ എന്നുള്ളതിൻ്റെ തൊട്ടപ്പുറത്തുള്ള എലമെൻറ്റ്സ് ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ സെർച്ച് എലമെൻറ്റ്സ് എന്നുണ്ടാവും. അവിടെ നമുക്ക് വേണ്ട എലമെൻറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് സെർച്ച് എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യാം. ശേഷം ഫോട്ടോസ് എന്നുള്ളതിലേക്ക് വരാം. ഞാനിവിടെ സെർച്ച് ഫോട്ടോസ് എന്നുള്ളത് എ ടീച്ചർ എന്ന് സെർച്ച് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഡിറ്റാച്ച് ചെയ്യാനായിട്ട് ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഡിറ്റാച്ച് ഇമേജ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യൽ. ഇനി ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ മാജിക് സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. നമ്മൾ മാജിക് സ്റ്റുഡിയോ ഓപ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാജിക് ഗ്രാബ് എന്നൊരു ഓപ്ഷൻ കാണാം. മാജിക് ഗ്രാബ്, അതുപോലെ തന്നെ BG ജനറേറ്റർ എന്ന് കാണാം. BG ജനറേറ്റർ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രൈബ് എ ന്യൂ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് എങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെന്നുള്ള ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു എ ഡിജിറ്റൽ ക്ലാസ് റൂം. ശേഷം ജനറേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് മോഡൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇമേജാണ് ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. രണ്ടെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് പ്ലേസ് ആയിട്ടുണ്ട്. മുമ്പ് ഈ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് നമ്മൾ ക്യാൻവ വഴി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ BG റിമൂവർ എന്നൊരു ഓപ്ഷൻ കാണാം. BG റിമൂവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്നും റിമൂവ് ആയി പോകുന്നത് നമുക്ക് കാണാം. ഓക്കെ, ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് റിമൂവ് ആയി. ഓക്കെ, ഇനി വേറൊരു ഫോട്ടോ എടുക്കുന്നു. ഈ ഒരു ഫോട്ടോ ഞാനിവിടെ എടുക്കുന്നു കേട്ടോ. ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ BG റിമൂവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനായിട്ട് നേരത്തെ ചെയ്തപോലെ നമുക്ക് പ്രോംപ്റ്റ് വഴി ഈ ഒരു മാജിക് സ്റ്റുഡിയോ പ്രോംപ്റ്റ് വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനൊരു BG ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ BG ജനറേറ്റർ എന്നുള്ള ഇത് ഓപ്പൺ ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ഫുട്ബോൾ ഗ്രൗണ്ട്. ഞാൻ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ജനറേറ്റർ എന്ന് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ക്യാൻവ തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുമ്പ് ഇങ്ങനെയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറി. നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതിൽ
കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ മാജിക് സ്റ്റുഡിയോയിലേക്ക് ഇടുന്നു. അതിനായിട്ട് ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ശേഷം മാജിക് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യുക. ശേഷം BG ജനറേറ്റർ റിമൂവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകട്ടെ ചെയ്യുക. പക്ഷേ ഈ BG ജനറേറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രൈബ് എ ന്യൂ ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, പോലീസ് സ്റ്റേഷൻ എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ക്യാൻവ. ഓക്കെ, ഇതന്നെ നമുക്ക് പല ബാക്ക്ഗ്രൗണ്ടും ഇവിടെ തരുന്നുണ്ട്. നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണ് ഓപ്ഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ക്യാൻവാസിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്യാൻവാസ് മറ്റൊരു സൈസിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്, സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിലേക്ക് കൊണ്ടുവരാവുന്ന കേട്ടോ. ഇനി നമുക്കിതിനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും പറ്റും. അതിനായിട്ട് ഈ ഒരു ഇമേജ് ഡിറ്റാച്ച് ചെയ്യുന്നതാണ് ഇവിടുന്ന്. ശേഷം ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ, മുകളിലുള്ള 3 ഡോട്ട്. ഇനി റീസൈസ് എന്ന് കണ്ടില്ലേ, 1 2 3 4 നാലാമത്തെ ഓപ്ഷൻ. ആ റീസൈസ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സൈസിലേക്ക് ഇനി മാറ്റേണ്ടെന്ന് ചോദിക്കുന്നത്. ഞാൻ അതിൻ്റെ യൂട്യൂബ് തംബ്നെയിലേക്ക് മാറ്റി കേട്ടോ. ഞാനൊരു യൂട്യൂബ് തംബ്നെയിൽ വന്നിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ സെർച്ച് ചെയ്താൽ മതി യൂട്യൂബ് തംബ്നെയിൽ എന്ന്. ഓക്കെ, യൂട്യൂബ് തംബ്നെയിൽ എന്ന് സെലക്ട് ചെയ്തു. ശേഷം കോപ്പി ആൻഡ് റീസൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ നിലവിലുള്ള ഈ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എടുത്ത ക്യാൻവാസ് ആണല്ലോ, ഒരു പോസ്റ്ററിൻ്റെ ക്യാൻവാസ് ആണല്ലേ. അത് ഓപ്പൺ യൂട്യൂബ് തംബ്നെയിൽ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ തംബ്നെയിലിന് സെറ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് നമുക്ക് ഓപ്പണായി വരുന്ന കാണാം. ഓക്കെ, ഈ ഒരു ക്യാൻവാസ് തന്നെ നമ്മൾ യൂട്യൂബിനൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു കറക്റ്റ് ഡൈമെൻഷനേക്കാൾ കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴത്തൊരു ടൂൾ ബാർ വന്നിട്ടുണ്ടാവും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാട്ടോ ഈ ടൂൾ ബാർ വരിക. അതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒപ്പാസിറ്റി, അതായത് ട്രാൻസ്പെറൻസി എന്നിട്ട് കാണിക്കുക. ട്രാൻസ്പെറൻസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെന്ത് ചെയ്യാം, ട്രാൻസ്പെറൻസി കുറക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ അഡ്ജസ്റ്റ് എന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലുള്ള ഫോട്ടോയിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെമ്പറേച്ചർ, തിന്ന്, ബ്രൈറ്റ്നസ്, ഓക്കെ, കോൺട്രാസ്റ്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറയുന്നത്, നിങ്ങളെന്ത് ചെയ്യുക, ഒരു ഇമേജ് എടുക്കുക, ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജിന് നിങ്ങളെന്ത് ചെയ്യുക, ഇതുപോലെ ഡിറ്റാച്ച് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ സെറ്റ് ഇമേജസ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യാം, ആ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോംപ്റ്റ് വഴി നിങ്ങളെന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യുക. പ്രോംപ്റ്റ് വഴി ചേഞ്ച് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇമേജ് ക്ലിക്ക് ചെയ്യാം, അവിടെ മാജിക് സ്റ്റുഡിയോ എന്ന ഓപ്ഷൻ ഉണ്ടാവും. മാജിക് സ്റ്റുഡിയോയിൽ വരിക, BG ജനറേറ്റർ എന്ന ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ നിങ്ങളെന്ത് ചെയ്യുക, എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്, ഏത് സീനാണ് വേണ്ടത്, ഏത് മൂഡാണ് വേണ്ടതെന്നൊക്കെ നിങ്ങളെന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതിലേക്ക് മാറുന്നത് കാണാം. പിന്നെ ഒരു വർക്ക് എന്ന് പറഞ്ഞത് സാധാ പോലെ BG റിമൂവർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ മുകളിലുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിലവിൽ ആ ഒരു ഡിസൈൻ മറ്റൊരു സൈസിലേക്ക് റീസൈസ് ചെയ്യുക. ഓക്കെ, 3 വർക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ അഡ്വാൻസ് ഫീച്ചേഴ്സ് ക്യാൻവ പ്രോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാൻവ പ്രോ അല്ലാത്തവർ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് ക്യാൻവ പ്രോ എടുക്കണം. ഇപ്പോൾ 75% ഡിസ്കൗണ്ടിൽ നമുക്ക് അത് സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കാനുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യട്ടോ, ഞാൻ ചെയ്തു തരാം. അതായത് ക്യാൻവയിൽ വരുന്ന ആ ഒരു എമൗണ്ടിൻ്റെ 75% ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്തിട്ട് അയക്കുക കേട്ടോ. വർക്ക് മിസ്സാക്കി കഴിഞ്ഞാൽ ഇനി വരുന്ന അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.